ഞാൻ ഉപദ്രവിക്കുന്നില്ല. നാളെ വരാം. 75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി. യു ക്യാൻ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ്. സത്യം പറ, നിങ്ങൾ ആരാണ്? തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും. ഐ ആം ആൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ്. എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്താ നീ പത്രക്കച്ചവടം തുടങ്ങിയോ? പഴയതാണ്. 75-76 വായിക്കുന്നോ? ഹേയ്, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ. എവിടെ നോക്കിയാലും ഈ യുദ്ധം. ആ ആ ആ ആ താങ്ക് യു സാർ. നല്ല ഫോട്ടോജനിക്കാണ്. താങ്ക് യു. പലരും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? തരക്കേടില്ല. കുമാരേട്ടന് ശ്രീദേവി ഒരു ഒറ്റ മകളേ ഉള്ളൂ? എന്തേ? അല്ല, ശ്രീദേവിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു അനിയത്തിയോ മറ്റോ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ഓർമ്മ? എങ്കിൽ എത്ര നന്നായനെ. ഒറ്റയ്ക്ക് കഴിഞ്ഞ് മടുത്തു. പക്ഷേ ഒരു പേരും കൂടെ കുമാരേട്ടൻ എന്നോട് പറയാറുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലേ? രുക്മിണിയാണോ? ആരാ അത്? എന്റെ ഫ്രണ്ടാ. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വിമൻസ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുക. എന്ന് വെച്ചാൽ 19-20 വയസ്സ്. 18-19. ഫോട്ടോ നാളെ കിട്ടും. അത് ശ്രീദേവി എടുത്തോളൂ. ചുവരിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. ഒരാള് കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറിക്കിട്ടും. പോട്ടെ. രുക്മിണി അല്ലേ? അതെ. ഇപ്പൊ ഏത് ക്ലാസ് നടക്കുന്നത്? ഫിസിക്സ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രദർ. ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? രുക്മിണിയുടെ അച്ഛനമ്മയും ഗൾഫിലാ. ഞാൻ ചിറ്റമ്മയുടെ കൂടെയാണ്. കുമാരേട്ടൻ രുക്മിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അല്ലേ? ഈ കുമാരേട്ടൻ എന്ന് ഇല്ലന്റെ പുറകിലൊക്കെ എഴുതി ഇടയ്ക്കിടെ അയക്കാറില്ലേ? ഏയ്, എനിക്കിതുവരെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി. കണ്ടു. ഫിസിക്സ് ഇത്തിരി ടഫാണ്. ഞാൻ കാരണം ഉഴപ്പുണ്ടപ്പിക്കോളൂ. ഹലോ, കുട്ടിക്ക് എന്റെ വക ഒരു പ്രസന്റ്. അയ്യോ വേണ്ട. താങ്ക് യു. ഒരു പഴയ കേസ് എടുത്ത് തലയെ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ? വക്കീലല്ലടാ, ജഡ്ജി. ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ്. നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്ന് വെച്ചാ ഉണ്ട. ഇത്രയും വലിയൊരു ഉണ്ട. അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം. കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പൊക്കി തരാം. നീ നമ്പറിങ്ങ. ഇതങ്കള ഇങ്ങോട്ട് എഴുതും. വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. 37-473-12-3-1976. 10,000 കണക്കിന് കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നു. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റ് കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങാം. തിരിച്ചു പൊങ്ങുമ്പോ
നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ? എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ? മതി, ആ നമ്പർ കൊടു. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്പനിട്ട ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്ക് എന്റെ പൊന്നു ചേട്ടാ. എഴുത്. പിന്നെ തേച്ച് സോപ്പ് ഇപ്പൊ തീരും. കേറി വാ, സോപ്പ് തീരും. ഉണ്ണി ഉണ്ണി ഉണ്ണി, നീ എന്താ വെള്ളത്തിനിടയിൽ ഗറില്ല യുദ്ധം നടത്താ? അമ്മ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ? നീന്തൽ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തില് ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോതൊക്കെ ആയിരിക്കും. ഒന്ന് പോടാ. എടാ ഉണ്ണി, നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാൻ. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കും, 4-ാം ദിവസം പിണ്ടി കഴിച്ചു. നീന്തുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ നീ മുങ്ങി. അന്നമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെന്നെ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല. തല്ലിയപ്പോഴൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ, വേദന എടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 2 ദിവസമായിരുന്നു ഉത്സവം. 3-ാം ദിവസം തിങ്കളാഴ്ച. അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. കടം ഇത്തിരി ഏത് മനുഷ്യനുണ്ടാവും. കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് 2 മക്കളെ എന്റെ കയ്യിൽ തന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. ഇവിടെ കള്ളം എന്നെ കുളിക്കുന്ന സമയത്ത് ആ പഴംപുരാണം പറഞ്ഞൊരു കരച്ചില്. ചാട്, ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ. ചാടും. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഉണ്ണി, ഉണ്ണി അച്ഛന്റെ കയ്യർഷം കണ്ടിട്ടുണ്ടോ? എവിടെ? അന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ നിന്റെ അച്ഛൻ എഴുതിയത്. എന്നെങ്കിലും ഉണ്ണി ചോദിക്കുമെന്ന് തോന്നിയിരുന്നു. അത് പഴത്തില്ല, എടുത്തു വെച്ച് നന്നായി. കുനുകുന എന്തൊക്കെയോ എഴുതിയെന്നല്ലാതെ ഒന്നിനും ഒരു അർത്ഥമില്ല. അവനെന്തൊക്കെയോ പ്രയാസം ഉണ്ടായിരുന്നു. അതെനിക്ക് അന്നും അറിയൂ, ഇന്നും അറിയൂ. അന്ന് എനിക്ക് വയസ്സ് 8, പാർവതിക്ക് 5. സത്യം പറ ഉണ്ണി, ഈ 26-ാം വയസ്സിൽ നിനക്ക് ഈ വീട്ടിൽ പെട്ടെന്ന് അനാഥത്വം തോന്നിയോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഇല്ല അമ്മാവ, അങ്ങനൊന്നും തോന്നിട്ടില്ല. ഈ നെഞ്ചിനകത്ത് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ അനാഥരാകുക? പക്ഷെ അങ്ങനെ തോന്നി. ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. നോക്ക്, ശരിക്കും നോക്ക്. ഇത് ശരിയല്ല. ഈ എഴുത്താരോ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണെന്ന് തോന്നില്ലേ? എനിക്ക് 8 വയസ്സാ, ഇവൾക്ക് 5. 5 വയസ്സുള്ള ഇവളെയും 1 വയസ്സുള്ള ചിന്നുമോളെയും ഈ 8 വയസ്സുകാരൻ അന്ന് ഒരുമിച്ച് തോളിലെടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന അച്ഛന്റെ അന്നത്തെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം ഒരിക്കലും ഈ കത്തെഴുതില്ല. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. ഇന്ന് എത്രയാ തീയതി? ഇനി വെറും 46 ദിവസങ്ങളേ ഉള്ളൂ ലീവ് കഴിയാൻ. Precious 46 days. പ്രാണൻ പോലുള്ള 46 ദിവസങ്ങൾ
is too sharp. ഗുഡ് മോർണിംഗ് ബിന്ദു. ഗുഡ് മോർണിംഗ്. ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. സർ, നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ. ഞാൻ ലേറ്റ് ആയിട്ടില്ല സർ. ലേറ്റിന്റെ കാര്യമല്ല, ഇനി വേണേൽ എന്നും ലേറ്റ് ആയിക്കോ. ഇന്നു മുതൽ കുട്ടി ഇവിടെ വരണ്ട, നിങ്ങൾ ഇവിടെ ആവശ്യമില്ല. സർ, കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് പേടിക്കണമെന്ന് വെച്ചാലോ? നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തല തെറിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി. അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം, അല്ലാതെന്താ പറയാ. പേടിയുണ്ടാണ് കുട്ടി. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും തോന്നരുത്. വേറെ വല്ല സ്ഥലത്തും ഫോണില്ലാത്ത ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് നോക്ക്, അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. സംശയമല്ല, ഈ ഫോൺ നിങ്ങൾക്കാവും. വേണ്ട സർ. ഫോണിലൂടെ ആരോ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു, അതുകാരണം ജോലി തെറിച്ചു എന്നൊക്കെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആരെയാ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? ആ ഫോണോ അതോ സ്റ്റുഡിയോ ഉടമസ്ഥനെയോ? ഇങ്ങനെ ഇരുട്ടി തപ്പുന്ന ഒരു പരാതിയും കൊണ്ടുവന്നാൽ എങ്ങനെയാ? ഇനി നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഒരു ഭീഷണി ഉണ്ടാക്കിയതാണോ? അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാലോ? സാർ എന്റെ അമ്മയുടെയും വിഷമം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ മരിച്ചു. അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഇത്തരം ഭീഷണികൾ വരാറുണ്ട്. ഇന്നത് ഞങ്ങളെ ശ്വാസം മുട്ടിക്കുക. ദയവ് ഇതൊന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭ വരെ പരാതി പോയിട്ടുണ്ടല്ലോ. പിന്നെന്താ, ഇനി CBI വരണോ? വരുത്താം. ഈ അന്വേഷണം എന്നൊക്കെ പറയണതേ തമാശയല്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളും. ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. എന്തിനാ സാറെ പരിഹസിക്കുന്നത്? സാറിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അത്രേ ഉള്ളൂ. ഇത് സാർ അന്വേഷിക്കണ്ട, പോരെ? ആ പെണ്ണ് നമ്മളൊന്ന് കൊച്ചാക്കി പോയി. പെരുമാറാൻ അറിയാനിട്ടല്ല, പിന്നെ തന്ത മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇതൊരു പോലീസ് പ്രൊട്ടക്ഷന്റെ പ്രശ്നമാണ്. ഭീഷണിയുണ്ട്, അത് സത്യ. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി പോട്ടോ. ഇതിപ്പം VIP-കൾക്ക് തന്നെ കരിമ്പൂച്ചകൾ കൊടുക്കാൻ പറ്റാത്ത കാല. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ ഈ 2 കരിമ്പൂച്ചകളെ കൊടുക്കാന്ന് വെച്ചാല് അതിന് മാത്രം പൂച്ചകളുണ്ടോ നമ്മുടെ നാട്ടില്? എവിടെ?
അങ്ങോട്ട് മാറി നിൽക്കണോ? ഇയാൾ ചത്തിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിയട്ടെ. മാറ്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാ. വെറുതെ തീക്കൊള്ളി എടുത്ത് തലയൊറിയരുത്. എല്ലാറ്റിന്റെ എല്ല് ഞാൻ ഒഴിക്കും. ആഹാ. സാറിങ്ങോട്ടൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. സാറ് വിവരം സർക്കിളിനോട് ചോദിക്കുക. അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് മർദ്ദനമാവും. ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും. അതിന് സർക്കിൾ സ്റ്റേഷനിലും ഇല്ല, വീട്ടിലും ഇല്ല. എന്നാ പിന്നെ കാട്ടി കാണും വനവാസം. ഇതാകപ്പാടെ നമ്മൾ കുഴയും.